നമസ്കാരം. ബാദ്രയിലെ വസതിയിൽ വെച്ച് മോഷ്ടാവിന്റെ കുത്തേറ്റ് ഗുരുതര പരിക്കേറ്റ ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ ആശുപത്രിയിൽ എത്തിച്ച സമയത്തിലും ആശുപത്രിയിൽ എത്തിച്ചത് ആരെന്ന വിവരങ്ങളിലുമടക്കം പൊരുത്തക്കേടുകൾ. പുലർച്ചെ 4:11 സുഹൃത്താണ് പരിക്കുകളോടെ സെയ്ഫിനെ എത്തിച്ചതെന്നാണ് ലീലാവതി ആശുപത്രിയിലെ രേഖകൾ പറയുന്നത്. എന്നാൽ 10-15 മിനിറ്റ് യാത്ര ചെയ്താൽ എത്താവുന്ന ആശുപത്രിയിലേക്ക് സെയ്ഫിനെ എത്തിക്കാൻ കൂടുതൽ സമയം എടുത്തു എന്നതിലടക്കം ദുരൂഹത നിലനിൽക്കുകയാണ്. ഇതുവരെ പുറത്തു വന്ന വിവരങ്ങളുമായി പൊരുത്തപ്പെടാത്ത കാര്യങ്ങളാണ് മെഡിക്കൽ റിപ്പോർട്ടിലെന്നാണ് വാദം. സെയ്ഫിന് 5 ഇടത്ത് കുത്തേറ്റെന്നാണ് ആശുപത്രി രേഖയിലുള്ളത്. എന്നാൽ 6 മുറിവുണ്ടെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. സുഹൃത്തും മാനേജറുമായ അഫ്സർ സൈദി ഓട്ടോറിക്ഷയിലാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നാണ് റിപ്പോർട്ടിൽ. 8 വയസ്സുള്ള മകൻ തൈമൂറാണ് സെയ്ഫിനൊപ്പം ഉണ്ടായിരുന്നത് എന്നായിരുന്നു ആദ്യ ദിവസങ്ങളിലെ വിവരം. കാർ ലഭ്യമാകാത്തതിനാൽ ഓട്ടോറിക്ഷയിൽ മൂത്ത മകൻ 23 വയസ്സുകാരനായ ഇബ്രാഹിമാണ് എത്തിച്ചതെന്നും പ്രചരിച്ചിരുന്നു. രക്തത്തിൽ കുളിച്ചാണ് നിൽപ്പെങ്കിലും ആത്മധൈര്യത്തോടെയാണ് സെയ്ഫ് സംസാരിച്ചതെന്നും സ്ട്രെച്ചർ ആവശ്യപ്പെട്ടെന്നുമായിരുന്നു മാധ്യമങ്ങളോട് ഡോക്ടർ അന്ന് പറഞ്ഞത്. ആശുപത്രിയിൽ എത്തിച്ച സമയത്തിലും വ്യത്യാസമുണ്ട്. ആക്രമണം ഉണ്ടായത് പുലർച്ചെ 2:30 ബാദ്ര വെസ്റ്റിലെ വസതിയിൽ നിന്ന് 10-15 മിനിറ്റ് യാത്ര ചെയ്താൽ എത്താവുന്ന ആശുപത്രിയിലേക്ക് പുലർച്ചെ 4:11 നടനെ എത്തിച്ചത്. അപ്പോഴേക്കും ആക്രമണം ഉണ്ടായിട്ട് 1.25 മണിക്കൂർ പിന്നിട്ടിരുന്നു. അതേസമയം ദേശീയ മാധ്യമങ്ങൾക്ക് മുൻപിൽ അന്ന് നടന്ന സംഭവത്തെക്കുറിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർ ഭജൻ സിംഗ് റാണ വിശദീകരിച്ചത് ഇങ്ങനെയായിരുന്നു. കഴിഞ്ഞ 15 വർഷമായി ഇതേ വഴിയിൽ പതിവായി രാത്രിയിൽ ഓട്ടോ ഓടിക്കുന്ന ആളാണ് ഞാൻ. അപ്പോഴാണ് ആ കെട്ടിടത്തിന്റെ ഗേറ്റിനപ്പുറത്ത് നിന്നും ഒരു സ്ത്രീ വാഹനത്തിനായി നിലവിളിക്കുന്നത് കേട്ടത്. അതിലെ പോകുന്ന മറ്റു വണ്ടികളൊക്കെ നിർത്താതെ പോവുകയായിരുന്നു. നിലവിളി കേട്ട് വണ്ടി യു-ടേൺ എടുത്ത് അവരുടെ അരികിലേക്ക് എത്തി. എന്തോ അടിപിടി കേസാണെന്നാണ് കരുതിയത്. അവിടെ ഒരാൾ ചോരയിൽ കുളിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. കൂടെ 4-5 പേരും ഉണ്ടായിരുന്നു. അവർ താങ്ങിപ്പിടിച്ച് ആ മനുഷ്യനെ ഓട്ടോയിൽ കയറ്റി. അപ്പോൾ അതാരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അയാളുടെ കഴുത്തിൽ നിന്നും നടുവിൽ നിന്നും ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. 7 വയസ്സ് തോന്നിക്കുന്ന ഒരു ആൺകുട്ടിയും കുറച്ച് മുതിർന്ന ഒരു പുരുഷനുമായിരുന്നു അപ്പോൾ ഒപ്പം വന്നത്. ഓട്ടോയിൽ കയറുന്നതിന് മുൻപ് കുറച്ചു പേർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ കരീനെ കണ്ടതായി ഓർക്കുന്നില്ല എന്നായിരുന്നു ഭജൻ സിംഗ് റാണ പറഞ്ഞത്. അന്ന് ഓട്ടോയിൽ കയറിയത് സേഫ് ആണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. ആപത്തിൽപ്പെട്ട ഒരാളെ സഹായിക്കണം എന്നുണ്ടായിരുന്നുള്ളൂ. ഓട്ടത്തിന്റെ കാശ് പോലും വാങ്ങാതെയാണ് അന്ന് മടങ്ങിയതെന്നും ഭജൻ സിംഗ് റാണ പറഞ്ഞു. പോലീസിന് സേഫ് നൽകിയ മൊഴിയും പുറത്തു വന്നിരുന്നു. മക്കളുടെ മുറിയിലെത്തിയ അക്രമിയെ താൻ തടഞ്ഞു മുറുകെ പിടിച്ചെന്നും കൈ അഴിഞ്ഞപ്പോൾ അയാൾ പിൻവശത്ത് തുടരെ കുത്തിയെന്നുമായിരുന്നു മൊഴി. ജനുവരി 16 സെയ്ഫിന് കുത്തേറ്റത്. ഇത്രയും ഗുരുതരമായി പരിക്കേറ്റിട്ടും 5 ദിവസത്തെ ആശുപത്രി വാസത്തിന് ശേഷം നടൻ വീട്ടിൽ തിരിച്ചെത്തിയതിൽ പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നു. സെയ്ഫ് അഭിനയിക്കുകയായിരുന്നു എന്നതായിരുന്നു മഹാരാഷ്ട്ര മന്ത്രിയും BJP നേതാവുമായ നിതേഷ് റാണ ചോദിച്ചത്. ബോളിവുഡിലെ ഖാൻമാരുടെ കാര്യങ്ങൾ വലിയ ചർച്ചയാക്കുന്നവർ സുശാന്ത് സിംഗ് രജ്പുത് ഉൾപ്പെടെയുള്ള ഹിന്ദു നടന്മാർക്ക് എന്ത് സംഭവിച്ചാലും മൗനം പാലിക്കുകയാണെന്നും മന്ത്രി ആരോപിച്ചിരുന്നു. 6 മണിക്കൂറോളം ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ഒരാൾക്ക് 5 ദിവസത്തിനകം ആശുപത്രി വിടാൻ കഴിയുമോ എന്ന് ശിവസേന നേതാവ് സഞ്ജയ് നിരുപമും ചോദിച്ചിരുന്നു. അതേസമയം സെയ്ഫിന് അനുവദിച്ച ഇൻഷുറൻസ് തുകയുടെ പേരിലും വിവാദമുണ്ടായിരുന്നു. 5 ദിവസത്തെ ആശുപത്രി വാസത്തിന് വലിയ തുകയായിരുന്നു സെയ്ഫ് ഇൻഷുറൻസ് ക്ലെയിമായി ചോദിച്ചിരുന്നത്. ചോദിച്ച തുകയുടെ അടുത്ത് തന്നെ കമ്പനി നൽകുകയും ചെയ്തു. സാധാരണക്കാരെയും പ്രമുഖ താരങ്ങളെയും 2 തരത്തിലാണ് ഇൻഷുറൻസ് കമ്പനികൾ പെരുമാറുന്നത് എന്ന ചർച്ചകളും എത്തി. ഒരു സാധാരണക്കാരനായിരുന്നെങ്കിൽ എന്തെല്ലാം ന്യായങ്ങൾ പറഞ്ഞ് കമ്പനി തുക കുറയ്ക്കാൻ നോക്കിയനെ എന്ന വിമർശനവും ഉയർന്നു. നിവാബുബയുടെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ചികിത്സയ്ക്കായി 35.95 ലക്ഷം രൂപയാണ് സെയ്ഫ് ആവശ്യപ്പെട്ടത്. 25 ലക്ഷം രൂപ കമ്പനി അനുവദിച്ചു. ലീലാവതി ആശുപത്രിയിലെ 5 ദിവസത്തെ ചികിത്സാ ചെലവ് 26 ലക്ഷം രൂപയാണ്. താരത്തിന് ചെലവായത് 1 ലക്ഷം രൂപ മാത്രമാണ്.